find the one, you should never give her up. I think it's the way life. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങാപ്പൂവ് കൊണ്ട് തോരനാണ്. ഇത് ഹെൽത്തിയാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനായി നമുക്ക് ഫ്രഷ് ആയിട്ട് മുരിങ്ങാപ്പൂവ് പറിക്കാം. ഇതിൽ നിന്ന് ഉണങ്ങിയ പൂവ് എല്ലാം നമുക്ക് മാറ്റി വൃത്തിയാക്കാം. മുരിങ്ങാപ്പൂവ് ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പകുതി ഉള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തത്. അത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ്, അത് മുറിക്കാം. ചെറിയ വെളുത്തുള്ളിൻ്റെ 12 അല്ലി വെളുത്തുള്ളിയാണിത്. ഇത് നമുക്ക് ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് 3 പച്ചമുളകാണ്, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു പാത്രം അടുപ്പിൽ വെക്കാം. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചെറുതായി നിറം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് ടേസ്റ്റിയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളമ്പക്ക തോരൻ്റെ ടേസ്റ്റാണ് ഇതിനും. കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങപ്പൂവാണിത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ മുരിങ്ങപ്പൂവ് ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് സമയത്തേക്ക് അടച്ച് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം.
നമുക്കിനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കിടിലൻ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.